അധികന്മാരും എത്തിപ്പെടാത്ത എന്നാൽ ഒരിക്കലെങ്കിലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള നെല്ലിയാമ്പതിയിലൊരു സ്ഥലം. അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഒരിക്കലെങ്കിലും അവിടെ പോയി ആ ആംബിയൻസ് നേരിട്ട് എൻജോയ് ചെയ്യണം കേട്ടോ. നെല്ലിയാമ്പതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെല്ലിമരമുണ്ട്, ഓറഞ്ച് തോട്ടമുണ്ട്, കേശവമ്പാറയുണ്ട്, സൂയിസൈഡ് പോയിൻ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മളതിനെക്കുറിച്ചൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. നമ്മുടെ ഈ ഇന്നത്തെ ലക്ഷ്യം അത് മിസ്റ്റ് വാലിയിലേക്കാണ്. ആദ്യമായി നെല്ലിയാമ്പതി പോയപ്പോൾ ആരോ പറഞ്ഞ് കേട്ടതാണ്, 10-18 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ പോയിട്ടൊരു താമസമുണ്ട്, അന്യായ വൈബാണ് അവിടെ എന്നൊക്കെ. പക്ഷേ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റിൻ്റെ പ്രശ്നം കാരണം അത് നീണ്ടു പോയി. ഇന്ന് അങ്ങോട്ട് പോവാണ്. നമ്മുടെ നെല്ലിയാമ്പതി ടൗണിൽ നിന്ന് ഒരു 10-14 കിലോമീറ്റർ ട്രെക്കിംഗ് ചെയ്ത് വേണം ഈ സ്ഥലത്തേക്ക് എത്താൻ. സാധാരണ നമ്മൾ പോകുന്ന ട്രെക്കിംഗ് ഉണ്ടല്ലോ, അത് അവസാനിക്കുന്നിടത്ത് നിന്ന് ഏകദേശം 5-6 കിലോമീറ്റർ വീണ്ടും ഉള്ളിലോട്ട് പോകണം. ആ ട്രെക്കിങ്ങിന് പോകുന്ന വഴി തന്നെ നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് കിട്ടും. 3 വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, അടിപൊളി വ്യൂ പോയിൻറ്റ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നെത്തുന്നത് ഈ മിസ്റ്റ് വാലി എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ്. ഇവിടെ എത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പോലും ഇല്ല. സോളാറായിട്ടാണ് കുറച്ച് കറണ്ട് കിട്ടുന്നത് തന്നെ. ചുറ്റും കൊടും കാട്, അതിൻ്റെ ഉള്ളിൽ താമസം. ആ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും കാട്ടുപോത്തും മാനും മ്ലാവും ആനയും പുലിയും എല്ലാതുള്ള സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് താമസം വരുന്നത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മളെയും കൊണ്ടൊരു ട്രെക്കിംഗ് ഉണ്ട് കാട്ടിക്കൂടെ. അത് എടുത്ത് പറയേണ്ട സംഭവം, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. നമുക്കിവിടെ പെർ ഹെഡ് വരുന്നത് 2500 രൂപയുടെ പാക്കേജാണ് നമ്മളെടുത്തത്. അതിൽ നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നു, അവരുടെ ട്രെക്കിങ്ങും ഇൻക്ലൂഡ് ചെയ്യുന്നു, നൈറ്റ് ട്രെക്കിങ്. ഇവിടേക്ക് എത്തേണ്ട പൈസ നമ്മൾ വേറെ ജീപ്പിന് നമ്മൾ കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ട്രെക്കിങ്ങിന് ഇറങ്ങി നമ്മൾ 3-4 കാട്ടുപോത്തിനെ കാണും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എണ്ണയെ തീരില്ല, അത്രയധികം കാട്ടുപോത്തും മാനുകളും മ്ലാവുകളും, അങ്ങനെ എന്താ പറയുക, എന്തൊക്കെ കാണണോ അതൊക്കെ കാണാൻ പറ്റി. പക്ഷെ നമ്മുടെ ഭാഗ്യക്കേടെന്ന് പറയാം, നമ്മുടെ മുന്നിൽ പോയ ആൾക്കാർ, ട്രെക്കിങ്ങിന് പോയ ആൾക്കാർ പുലിനെ കണ്ടു. നമുക്കത് കാണാൻ പറ്റില്ല. ഭാഗ്യക്കേടാണാവോ ഭാഗ്യമാണാവോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അതിൻ്റെ ഒരു 10 ഇരട്ടി എക്സ്പീരിയൻസ് കിട്ടിയൊരു ട്രിപ്പ്. നമ്മൾ നെല്ലിയാമ്പതി പോയി കോടയും എല്ലാതും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വൈബ് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും പോയി താമസിച്ച ഒരുത്തിനും കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനെ പോയി നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ താമസവും അവിടുത്തെ സൗണ്ടും ആ വൈബൊക്കെ പരമാവധി സേഫായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കാൻ ശ്രമിക്കണം കേട്ടോ. അത് വേറൊരു ലെവൽ എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.